ഹലോ നമസ്കാരം. ദസറയോടനുബന്ധിച്ച് ദേവി ദേവ രൂപങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്ന ഗംഭീര കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യലായ വടാപ്പാവും സമൂസയും ചായയൊക്കെ അടിച്ച് ആ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മളൊരു ടാക്സി പിടിച്ച് ടാക്സിക്കാരനോട് ബാർഗൈനൊക്കെ ചെയ്താണ് നമ്മൾ ഈ ബീച്ചിലെത്തിയത്. ഇത് ചൗപ്പട്ടി ബീച്ചാണ്. മുംബൈയിലെ ഛത്രപതി മ്യൂസിയത്തിലെ ഗംഭീര കാഴ്ചകൾ നമ്മളുടെ മുൻപത്തെ വീഡിയോസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഐക്കാർഡിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം തുടർന്ന് കണ്ടാൽ നന്നായിരിക്കും. ബീച്ചിൽ നമ്മൾ എത്തിയത് ഒരു സായാഹ്ന സമയത്താണ്. പറയാതിരിക്കാൻ വയ്യ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്ലെൻലിനെസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ദുർഗന്ധവും എന്താ പറയുക, മൊത്തം അലമ്പ് പിടിച്ച് കുറേ പ്ലാസ്റ്റിക്കുകളും കുറേ വേസ്റ്റും ചപ്പും ചവറും എല്ലാം നമുക്ക് ഈ കടപ്പുറത്ത് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ അല്പം കൂടെ ഭംഗിയോടുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകളെ ഈ ഒരു കടപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ ഈ കടപ്പുറത്തേക്ക് ആകർഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. മുംബൈയിലെ ഈ ചൗപ്പട്ടി ബീച്ച് കാണാൻ നിരവധി ഫോറിനേഴ്സ് വരുന്നുണ്ടെങ്കിലും അവരെല്ലാവരും മിക്കവരും മൂക്കുപൊത്തിയാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെന്ന നിലയിൽ അവർക്ക് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരല്പം ലജ്ജ തോന്നും. കാരണം നമ്മളാണല്ലോ ഇതിന് ഉത്തരവാദികൾ എന്നോർത്തിട്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്കിനി ആ ദേവി ദേവ പ്രതിമകൾ അല്ലെങ്കിൽ ആ രൂപങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്ന ആ ഗംഭീര കാഴ്ചകളിലേക്ക് പോകാം. ഈ വീഡിയോ നമ്മൾ ദസറ ടൈമിൽ മുംബൈ വിസിറ്റ് ചെയ്തപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഈ ഒരു ബീച്ചിൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന കുഞ്ഞ് ദേവി ദേവ പ്രതിമകൾ അല്ലെങ്കിൽ രൂപങ്ങൾ മുതൽ ഭീമാകാരമായ 2 ആൾ പൊക്കത്തിനും വലുപ്പമുള്ള ഭീമാകാരമായ ദേവി ദേവ പ്രതിമകളും കടലിൽ നിമജ്ജനം ചെയ്യുന്ന ഗംഭീര കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ദേവി ദേവന്മാർക്ക് മുൻപിൽ പോലും പാവപ്പെട്ടവരെയും സമ്പന്നരെയും നമുക്ക് വേർതിരിച്ച് കാണാവുന്നതാണ്. സമ്പന്നരുടെ ദേവി ദേവന്മാരുടെ അലങ്കാരങ്ങളൊക്കെ അല്പം റിച്ചാണ്. മാത്രമല്ല അതിൽ ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം മറ്റേതിൽ നിന്നും സാധാരണക്കാരുടെ നിന്നും വിഭിന്നമാണ്, ഒരു വ്യത്യസ്തമാണ്. അത്തരം VIP-കൾക്ക് ഈ രൂപങ്ങൾ നിമജ്ജനം ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ബോഡി ഗാർഡാണോ അതോ അല്ലെങ്കിൽ ഈ ഇവൻ്റ് നടത്തുന്നവർ അറേഞ്ച് ചെയ്ത സെക്യൂരിറ്റി ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഒരു VIP അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ സാധിക്കുന്നുണ്ട്. പലരും ഈ രൂപങ്ങൾ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് കൊണ്ടുവരുന്നത്. ഗ്രൂപ്പിൻ്റെ വലിപ്പം അനുസരിച്ച് അവരുടെ ആസ്തി അനുസരിച്ച് പ്രതിമകളുടെ അല്ലെങ്കിൽ ഈ രൂപങ്ങളുടെ വിഗ്രഹങ്ങളുടെ വലിപ്പവും കൂടുന്നത് നമുക്ക് കാണാം. സാധാരണക്കാർ, പാവപ്പെട്ടവർ, ചിലപ്പോൾ 3-4 അംഗങ്ങളുള്ള കുടുംബത്തിൽ നിന്ന് പോലും ആ കുടുംബമായിട്ട് വരുന്നവരും ഉണ്ട്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന രൂപങ്ങളൊക്കെ വളരെ ചെറുതോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളതൊക്കെ ആയിരിക്കും. രൂപങ്ങളെയൊക്കെ വെച്ച് ആരാധിച്ച ശേഷം എല്ലാവരും ചേർന്ന് എടുത്താണ് ആ വഞ്ചിയിലേക്ക് വെച്ചിട്ട് എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ വഞ്ചി തുടങ്ങി കടലിനകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വഞ്ചി 2-3 വട്ടം കറക്കി എല്ലാവരുടെ അനുവാദമൊക്കെ വാങ്ങിയതിന് ശേഷമാണ് കടലിനകത്തേക്ക് പോകുന്നത്. പക്ഷെ ചില ഭീമാകാരമായ ദേവി ദേവ ശില്പങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ ഇറക്കുമ്പോഴൊക്കെ അല്പം ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനും ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. പക്ഷേ ആരാധന മൂത്താണോ അല്ലെങ്കിൽ അമിതമായ മതഭ്രാന്ത് കൊണ്ടാണോ ആ ഒരു അപകടം കൂടെയുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വിഷമം ജനിപ്പിക്കുന്നതാണ്. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഈ ഈവൻറ്റ് വീക്ഷിക്കാനായിട്ട് നല്ല ക്രൗഡ് തന്നെ നമുക്ക് കടപ്പുറത്ത് കാണാവുന്നതാണ്. മുംബൈ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരുപാട് ഫോറിനേഴ്സും ഇത് വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ വളരെ ക്യൂരിയോസിറ്റിയോടെയാണ് ഇതെല്ലാം കണ്ട് വീക്ഷിച്ച് അവരുടെ ക്യാമറയിൽ ഇതെല്ലാം ഒപ്പിയെടുക്കുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ രൂപങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളത്തിലേക്ക്, കടലിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇവയെല്ലാം ഊരി മാറ്റുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് വാടകയ്ക്കൊക്കെ എടുത്ത ഓർണമെൻറ്റ്സ് ആയിരിക്കാം അത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ അവരത് ഊരി മാറ്റുന്നത്. പിന്നെ നല്ല സാരിയൊക്കെ എക്സ്ട്രാ പുതപ്പിച്ച്, നല്ല പട്ട് സാരിയൊക്കെ പുതപ്പിച്ച ഒരുപാട് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതും എക്സ്ട്രാ വരുന്ന ഈ കവറിങ്ങുകളൊക്കെ, ഈ പട്ടുസാരിയൊക്കെ ഊരി മാറ്റുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഭീമാകാരമായ പ്രതിമകളൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ചതാണ്. മറ്റു കൊച്ചു പ്രതിമകൾ കളിമണ്ണിൽ നിർമ്മിച്ചവയുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ജലം മലിനമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ കാഴ്ചകളൊക്കെ മലയാളികൾക്ക് അത്ര സുപരിചിതമായിട്ടുള്ളവയല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് ആസ്വദിക്കുക. भाविकांनी देवी मूर्ती विसर्जनाकरता मूर्ती ही लाईव्ह गार्ड्स यांच्याकडेच द्यायची आहे. कोणी भाविक
मूर्ती विसर्जनाकरिता पाण्यामध्ये जाणार नाहीत. आपल्या मदतीकरता लाईफ गार्ड यांची नेमणूक करण्यात आलेली आहे. कोणी भाविक विनाकारण पाण्यामध्ये जाणार नाहीत. मुलांचे हात सोडू नका. आपल्यासोबत असलेले मोबाईल, पॉकेट, इतर मौल्यवान वस्तू यांची काळजी घ्या. पॉकेट मारचोरांपासून सावध राहा. पोलिसांनी दिलेल्या सूचनांचे पालन करा. पोलिसांना सहकार्य करा. भाविकांनी लक्ष द्यायचं आहे. আসছে বছর আসছে বছর আবার হবে আসছে বছর छोटा TM01 AR9467 पार्किंग लॉट मध्ये जातो गाडी. चला रस्त्यामध्ये थांबलेली गाडी काढून घ्या पटकन. रस्त्यामध्ये गाडी उभी करू नका. अम्बे माते की जय. आराम से खाली उतरून घ्यायची आहे. गाडी तात्काळ पार्किंग लॉट मध्ये पार्क करून घ्यायची आहे. कोणी विनाकारण सौदल किनारी गाडी पार्क करणार नाही. भरपूर वेळ दिलेला आहे तुम्हाला. गाडी तात्काळ पार्किंग लॉट मध्ये जाऊ द्या. मूर्ती खाली काढ. पार्टी है भाई साहब, थोड़ा पीछे आ जाइए, पीछे आइए.
ഈ വലിയ പ്രതിമ ആളുകളെ കൊണ്ട് എടുത്തു പൊക്കി കടലിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സംഘാടകർ ഫോർക്ക് ലിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ടയറൊക്കെ മണ്ണിൽ പൂണ്ടുപോയ കാരണം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മളൊരല്പം വെളിച്ചമുള്ള സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് നൈറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും അതൊന്നും നടക്കാത്ത കാരണം നിരാശയോടെ നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കാരണം ഇപ്പോൾ ഇവിടുന്ന് വിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസത്തെ പ്ലാനുകളൊക്കെ കുളമാകും. അങ്ങനെ നമുക്ക് മനസ്സില്ലാ മനസ്സോടെ മുംബൈയിലെ ഈ ചൗപ്പട്ടി ബീച്ചിൽ നിന്നും യാത്ര പറയേണ്ടി വന്നു. പോകുന്ന വഴിക്ക് നല്ല വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് അടുത്ത് കണ്ട ഒരു സ്നാക്സ് പാർലറിൽ കയറി ഒരു ബർഗറൊക്കെ കഴിച്ചിട്ടാണ് നമ്മളുടെ യാത്ര തുടങ്ങിയത്. നമ്മുടെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എഫേർട്ട് ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.